ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരൻസ്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് MBBS പഠിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളും അവിടുത്തെ മികച്ച യൂണിവേഴ്സിറ്റികളെയും പരിചയപ്പെടുത്തുന്ന വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ MBBS ഡയറീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റഷ്യ ഹാസ് ബീൻ എ ടോപ്പ് ചോയ്സ് അമംഗ് ഇന്ത്യൻ മെഡിക്കൽ സ്റ്റുഡൻസ് ഫോർ ഡിക്കേഡ്സ്. അതെ, 40 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഇന്ത്യയിൽ നിന്നും MBBS പഠിക്കാൻ റഷ്യയിലേക്ക് പോയി തുടങ്ങിയതാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷമായിട്ട് ഒട്ടനവധി മെഡിക്കൽ സയൻസ് റിസർച്ച് ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യമാണ് റഷ്യ എന്നതാണ്. കൂടാതെ അഫോർഡബിൾ ഫീസിൽ ഗ്ലോബൽ റെക്കഗ്നൈസേഷൻസ് ഉള്ള MBBS ഡിഗ്രിയും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാവുന്നതാണ്. അഫോർഡബിൾ ഫീസ് എന്നതിനേക്കാളും ലോവസ്റ്റ് ഫീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രാജ്യം കൂടിയാണ് റഷ്യ. കാരണം ഇയർലി ഏതാണ്ട് ഒരു 2 ലക്ഷം രൂപയിൽ താഴെ മാത്രം വരുന്ന യൂണിവേഴ്സിറ്റികളും റഷ്യയിൽ നമുക്ക് അവൈലബിൾ ആണ്. ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് രാജ്യമാണ് റഷ്യ. ഭൂമിയിലെ തന്നെ 10% ലാൻഡും റഷ്യയുടെ കയ്യിലാണുള്ളത്. 14ഓളം രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന റഷ്യയിൽ ഒരു ഡൈവേഴ്സ് കൾച്ചേഴ്സ് ആണ് ഉള്ളത്. ലോകം അറിയപ്പെടുന്ന പൊളിറ്റീഷ്യൻസും റിസർച്ച് സ്കോളേഴ്സും റഷ്യൻ ജനതയുടെ ഹാർഡ് വർക്കും അവരുടെ സംഭാവനകളുമാണ് റഷ്യയെ ലോകത്താകമാനം പോപ്പുലറായി മാറ്റിയത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് റഷ്യയിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ഗവൺമെന്റ് ഫെഡറൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയാണ്. 1899 മുതൽ തന്നെ റഷ്യയിൽ ചുവടുറപ്പിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി. ഇന്നത്തേക്ക് ഏതാണ്ട് 126 വർഷത്തേക്ക് കടക്കുകയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി. ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ ആർട്സ്, സയൻസ്, ടെക്നോളജി പോലത്തെ എല്ലാ കോഴ്സുകൾക്കും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ടോട്ടൽ ലാൻഡ് ഏരിയ വരുന്നത് തന്നെ ഏതാണ്ട് 50 ഹെക്ടറോളമാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഏഷ്യ പസഫിക് പാർലമെന്റ് ഫോറം മീറ്റിങ്ങുകൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ റഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭരണസിരാ കേന്ദ്രം കൂടിയാണ് വ്ളാഡിവോസ്റ്റോക്ക്. റഷ്യയിലെ MBBS പഠനത്തിന്റെ പ്രത്യേകതകളും ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീസ്, അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷൻസ്, പ്രോഗ്രാം കരിക്കുലം, എൻട്രി റിക്വയർമെന്റ്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്, ലിവിംഗ് എക്സ്പെൻസ് തുടങ്ങിയ ഒരു MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. വെൽക്കം ഓൾ. നമുക്ക് ആദ്യം റഷ്യ ചെയ്തിട്ടുള്ള മെഡിക്കൽ കോൺട്രിബ്യൂഷൻസിന് നോക്കാം. റഷ്യയുടെ മെഡിക്കൽ കോൺട്രിബ്യൂഷൻസിലേക്ക് വന്നാൽ തന്നെ ഈ വർഷത്തെ റഷ്യയുടെ റിസർച്ച് ഫീൽഡിൽ നിന്നും വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ക്യാൻസറിനെതിരായിട്ടുള്ള mRNA ബേസ്ഡ് വാക്സിൻസ്. ഇത് വേൾഡ് മെഡിക്കൽ ഫീൽഡിന് തന്നെ വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ക്യാൻസർ പോലുള്ള ഒരു രോഗത്തിന് വാക്സിൻ വികസിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. റഷ്യയുടെ തന്നെ മറ്റ് മെഡിക്കൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ 2014 ആഫ്രിക്കക്ക് വേണ്ടിയിട്ട് റഷ്യ പോളിയോ വാക്സിന് ലോ കോസ്റ്റിൽ നിർമ്മിക്കുകയും അത് ആഫ്രിക്കയിലെല്ലാം തന്നെ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എബോളക്കെതിരായിട്ട് ഫസ്റ്റ് അപ്രൂവ്ഡ് വാക്സിൻ 2016 റഷ്യ നിർമ്മിക്കുകയുണ്ടായി. ലോകത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങളിലേക്കെല്ലാം തന്നെ റഷ്യ അന്നും ഇന്നും കോൺസ്റ്റന്റ് ആയിട്ട് വാക്സിൻ അല്ലെങ്കിൽ പ്രിവെന്റീവ് മെത്തേഡ്സ് റിസർച്ചിലൂടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് COVID-19 സ്പുട്നിക് എന്ന റഷ്യയുടെ വാക്സിൻ. ഇനി നമുക്ക് ഈ വ്ളാഡിവോസ്റ്റോക്ക് സിറ്റിയെ കുറിച്ചിട്ട് അറിയാം. ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലെ തന്നെ ലാർജസ്റ്റ് സിറ്റി ആയിട്ടുള്ള വ്ളാഡിവോസ്റ്റോക്കിലാണ്. ചൈനയും കൊറിയയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ ഒരു സിറ്റി പസഫിക് സമുദ്രത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റി റഷ്യയിലെ പ്രധാനപ്പെട്ട പോർട്ട് സിറ്റി ആയിട്ടും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സിറ്റിയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ വൺ ഓഫ് ദി വേൾഡ്സ് ലോങ്സ്റ്റ് കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജസ് ആയിട്ടുള്ള റെസ്ക്യൂ ബ്രിഡ്ജ് ഉള്ളത് വ്ളാഡിവോസ്റ്റോക്കിലാണ്. വ്ളാഡിവോസ്റ്റോക്ക് ഫോറസ്റ്റേഴ്സ്, ഈഗിൾസ് നെസ്റ്റ് ഹിൽ, പ്രിമോസ്കി അക്വേറിയം തുടങ്ങിയ നാച്ചുറൽ അട്രാക്ഷൻസ് സ്റ്റുഡൻസിന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഇവിടെ സ്റ്റുഡൻസ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോസ്റ്റലും അതുപോലെ ലിവിംഗ് എക്സ്പെൻസും നിങ്ങൾക്ക് വളരെ കുറവാണെന്നതും റഷ്യയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. നമുക്കിനി ഇവിടുത്തെ സേഫ്റ്റിയെ കുറിച്ചിട്ട് കൂടുതലും മനസ്സിലാക്കാം. സ്റ്റുഡൻസിന് യാതൊരുവിധ ഇൻകൺവീനിയൻസും വരാത്ത രീതിയിൽ 24/7 സെക്യൂരിറ്റി സർവൈലൻസസ് ഉള്ള വളരെ സേഫും സെക്യൂറുമായിട്ടുള്ള ഒരു സ്റ്റഡി എൻവയോൺമെന്റ് ആണ് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ളത്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അക്കാഡമിക്സ് അല്ലെങ്കിൽ സോഷ്യൽ അസിസ്റ്റൻസിനും നമ്മുടെ മലയാളി സീനിയർ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസും ഇവിടെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ ലൈഫും അക്കാഡമിക് ലൈഫും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇന്ത്യയുമായിട്ട് വളരെ നല്ല ഡിപ്ലോമാറ്റിക് ബന്ധമാണ് റഷ്യക്ക് ഉള്ളത്. സോ ഇന്ത്യൻസിന് വളരെ വെൽക്കമിങ്ങും സേഫും ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് റഷ്യ. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടും ഈ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നൈസേഷൻസിനെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാം. ബെസ്റ്റ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ് ബൈ US വേൾഡ് റാങ്കിംഗ് റിപ്പോർട്ട് 2022 ടോപ്പ് 100 റാങ്കിൽ ബ്രിക്സ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയിട്ടാണ് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി. ടോപ്പ് 3 മെഡിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റീസ് ഇൻ റഷ്യ, QS വേൾഡ് റാങ്കിംഗ് അണ്ടർ ടോപ്പ് 500 എന്നിവയ്ക്ക് പുറമെ WHO, ECFMG, WFME, FEMAR തുടങ്ങിയ
എല്ലാവിധ അക്രഡിറ്റേഷൻസും ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. സോ റാങ്കിങ് കൊണ്ടും അപ്രൂവൽസ് കൊണ്ടും മികച്ചൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഫെഫു. ഇനി നമുക്ക് ഇവിടുത്തെ NMC ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നെക്സ്റ്റ് ഓർ FMG എക്സാമിനെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. ഈ NMC ഗൈഡ് ലൈൻസിന്റെ പ്രധാനപ്പെട്ട റൂളുകളാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഡ്യൂറേഷൻ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ്, WHO റെക്കഗ്നൈസേഷൻസ്, കൂടാതെ മെഡിക്കൽ ലൈസൻസ് എലിജിബിലിറ്റി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് യുവർ MBBS പ്രോഗ്രാം എന്നിവയാണ്. ഇവ കൃത്യമായിട്ട് ഫെഫു ഫോളോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഒരു PG ചെയ്യാനോ അല്ലെങ്കിൽ ഒരു MBBS ഡോക്ടറായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. എബ്രോഡ് MBBS പഠിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നവർ പ്രധാനമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ് FMG അഥവാ നെക്സ്റ്റ് എക്സാമിനേഷൻ. ഈ ഒരു ടെസ്റ്റ് പാസ്സായാലാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ലഭിക്കുകയുള്ളൂ. 2025 എക്സാം റിസൾട്ട് നോക്കുകയാണെങ്കിൽ തന്നെ വിദേശത്ത് പഠിച്ചിട്ടുള്ള 30% പേരും പാസ്സായിട്ടുണ്ട്. അതായത് 100-ൽ 30 ഡോക്ടേഴ്സും പാസ്സായി എന്നുള്ളതാണ്. നല്ല രീതിയിൽ പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും ഈ ഒരു FMG എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിദേശത്ത് പഠിച്ച് ഇന്ത്യയിലൊരു ഡോക്ടർ ആവുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്കേ അല്ല. ഇന്ത്യയിൽ പഠിച്ചവർക്കും വിദേശത്ത് പഠിച്ചവർക്കും ഈ ഒരു എക്സാം എഴുതി ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെയാണ് നിങ്ങളുടെ NMC നെക്സ്റ്റ് എക്സാമിനേഷനും അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ MBBS ഡ്യൂറേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ MBBS കരിക്കുലത്തെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. 12 സെമസ്റ്ററുകളായിട്ട് 6 വർഷം വരുന്ന MBBS പ്രോഗ്രാമാണ് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് പ്യുവർലി ഇംഗ്ലീഷിൽ തന്നെയാണ് വരുന്നത്. ആദ്യത്തെ വർഷങ്ങളിൽ നിങ്ങൾ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫാർമക്കോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, ഫിസിയോളജി, അനാട്ടമി തുടങ്ങിയ ബേസിക് മെഡിക്കൽ സയൻസ് സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. പിന്നീടുള്ള വർഷങ്ങളിലേക്കാണ് നിങ്ങൾ ക്ലിനിക്കൽ സ്റ്റഡിയിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഇന്റേണൽ മെഡിസിൻ, ഗൈനക്കോളജി, സർജറി, ഓർത്തോ, പീഡിയാട്രിക് പോലെയുള്ള സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാമുകളാണ് നിങ്ങൾ ഈ വർഷത്തിൽ പഠിക്കുന്നത്. പഠന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ഇൻട്രാക്ഷൻസും ക്ലിനിക്കൽ റൊട്ടേഷൻസും ചെയ്തുകൊണ്ടാണ് ഫെഫുവിലെ MBBS കരിക്കുലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമാണ് നിങ്ങളുടെ ഇന്റേൺഷിപ്പും ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലത്തെ എക്സാം പാറ്റേൺസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രീ ക്ലിനിക്കൽ ഫേസിലും ക്ലിനിക്കൽ ഫേസിലും നിങ്ങൾക്ക് റിട്ടൺ എക്സാമും ഓറൽസ് എക്സാമും പ്രാക്ടിക്കൽസ് എക്സാമുകളും വരുന്നുണ്ട്. റിട്ടൺ എക്സാമുകൾക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ളത് ഫെഫുവിൽ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ വൈവ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ പ്രാക്ടിക്കൽസോ അല്ലെങ്കിൽ ക്ലിനിക്കൽസ് എക്സാമുകളും നിങ്ങൾ ഒരേ സമയം ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട്. കൂടാതെ ഇന്റേൺഷിപ്പ് സമയത്ത് നിങ്ങൾക്ക് ഫൈനൽ ഇവാലുവേഷൻ സ്റ്റേഷൻസ് എക്സാമുകൾ നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്ന ഒട്ടുമിക്ക രാജ്യത്തെയും മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലെയും ഈ ഒരു എക്സാം പാറ്റേൺസ് ആണ് ഫോളോ ചെയ്ത് വരുന്നത്. നമ്മൾ പലപ്പോഴുമായിട്ട് പറയുന്ന യൂറോപ്പ് അല്ലെങ്കിൽ ഏഷ്യ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടും ക്ലിനിക്കൽസിനെ കുറിച്ചിട്ടും കൂടുതൽ അറിയാം. ഇവിടുത്തെ അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസും ക്ലിനിക്കൽസും നോക്കുകയാണെങ്കിൽ തന്നെ 200ഓളം ബെഡ് കപ്പാസിറ്റി വരുന്ന ഫെഫു മെഡിക്കൽ സെൻ്ററാണ് മെയിൻ ആയിട്ടുള്ള അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽ. 7 ഓപ്പറേറ്റിംഗ് റൂമുകളും അഡ്വാൻസ്ഡ് ഡാവിൻസി സർജറി റോബോട്ടും പോലെയുള്ള ഏറ്റവും ടോപ്പ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സോട് കൂടിയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇത്തരത്തിലുള്ളൊരു ബെസ്റ്റ് ക്ലിനിക്കൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഭാവിയിലേക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. ബെസ്റ്റ് ക്ലിനിക്കൽസ് ലഭിക്കുക എന്ന് തന്നെയാണ് ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലെ ഗ്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 5 പോയിന്റ് ഗ്രേഡിംഗ് സ്കെയിൽ സിസ്റ്റമാണ് റഷ്യ ഫോളോ ചെയ്ത് വരുന്നത്. 5 എന്നാൽ എക്സലന്റും 4 എന്നാൽ ഗുഡ് എന്നും 3 എന്നാൽ സാറ്റിസ്ഫാക്ടറി എന്ന ലെവലുമാണുള്ളത്. 2 അൺസാറ്റിസ്ഫാക്ടറിയും 1 ഫെയിൽ എന്ന രീതിയിലുമാണ് ഇവിടുത്തെ ഇവാലുവേഷൻ കണക്കാക്കപ്പെടുന്നത്. കണ്ടിന്യൂസ് അസസ്മെന്റ്സും പ്രാക്ടിക്കൽ ഇവാലുവേഷനും പിന്നെ ഫൈനൽ എക്സാമിനേഷനും എന്നിങ്ങനെയുള്ള എക്സാമിലൂടെയാണ് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നടപ്പാക്കുന്നത്. മിനിമം 3 ഗ്രേഡ് പോയിന്റ് സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് റഷ്യയിലെ എക്സാം പാസ് ആവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഫെഫുവിലെ ഫാക്കൽറ്റീസ് ടീമിനെ കുറിച്ചിട്ടും എൻട്രി ക്രൈറ്റീരിയനെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. മെഡിസിന്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെന്റിസ്ട്രി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് നഴ്സിംഗ് എന്നിങ്ങനെ സെപ്പറേറ്റ് ഫാക്കൽറ്റീസ് ആണ് ഫെഫുവിൽ വരുന്നത്. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2467ഓളം ഫാക്കൽറ്റീസ് ആണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഫെഫുവിൽ വർക്ക് ചെയ്യുന്നത്. കൂടാതെ മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ നിന്നുള്ള വിസിറ്റിംഗ് പ്രൊഫസേഴ്സും ഗസ്റ്റ് ലെക്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ അക്കാഡമിക്സ് അസിസ്റ്റൻസിനായിട്ട് അവൈലബിൾ ആയിരിക്കും. +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 60% മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതാണ്. ഇത്തരം സ്കോർ കിട്ടുന്ന സ്റ്റുഡൻസിന് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ആപ്ലിക്കേഷന് ശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ബേസിക് സയൻസ് സബ്ജക്റ്റുകളെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എൻട്രൻസ് എക്സാം ജൂൺ 30 മുതൽ ജൂലൈ 25 ഇടയിലുള്ള സമയത്താണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ നോക്കുകയാണെങ്കിൽ തന്നെ ജൂലൈ 15 ഡേറ്റ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് ആദ്യ പരിഗണന എന്ന രീതിയിലാണ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് സെക്യൂർ ആക്കാൻ MBBS അബ്രോഡിൽ 14 വർഷത്തിൽ മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള വിൽബട്ടൺ എഡ്യൂക്കേഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫെഫുലെ ട്യൂഷൻ ഫീസിനെ കുറിച്ചിട്ടും അക്കോമഡേഷൻ ചാർജിനെ കുറിച്ചിട്ടും ലിവിംഗ് എക്സ്പെൻസിനെ കുറിച്ചിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഫെഫുലെ ട്യൂഷൻ ഫീസ് വരുന്നത് ഏതാണ്ട് 4,40,000 രൂപയാണ്. ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 4,40,000 രൂപ തന്നെയാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇന്ത്യൻ ഫുഡും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റഷ്യയിലെ ഹോസ്റ്റൽ ഫീസ് ഇയർലി ഏതാണ്ട് 45,000 റൂബിൾസ് ആണ് വരുന്നത്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 45,000 ഇന്ത്യൻ രൂപയാണ് വരുന്നത്. ഇനി ഭക്ഷണത്തിന്റെ എക്സ്പെൻസ് ആണെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 10,000 റുപ്പീസ് അടുപ്പിച്ചാണ് നിങ്ങൾക്കൊരു എക്സ്പെൻസ് വരുന്നത്. പക്ഷെ എന്നാലും കൂടുതൽ സ്റ്റുഡൻസും സെൽഫ് കുക്കിംഗ് ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യാറ്. കാരണം സെൽഫ് കുക്കിംഗ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ള ഹെൽത്തിയും അഫോർഡബിളുമായിട്ടുള്ള ഒരു ഓപ്ഷൻസ്. ഡയറി പ്രൊഡക്ട്സും ഗ്രോസറീസും റൈസ്, ഗ്രെയിൻസ്, മീറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ തുടങ്ങിയ എല്ലാ സാധനവും നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇത്തരത്തിലൊരു സെൽഫ് കുക്കിംഗ് ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോസറി എക്സ്പെൻസ് ഏതാണ്ട് മാസത്തേക്ക് 3,000 രൂപ അല്ലെങ്കിൽ 3,500 രൂപ മാത്രമാണ് വരുന്നത്. അത്യാവശ്യം വേണ്ടുന്ന സ്പൈസുകളെല്ലാം തന്നെ കുട്ടികൾ നാട്ടിൽ നിന്നും കൊണ്ടുപോകാറുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എപ്പോഴും റീച്ചബിൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. വിൽബട്ടൺ എഡ്യൂക്കേഷൻസിൽ നിന്നും MBBS പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഉറപ്പുവരുന്ന കാര്യം ഇത് തന്നെയാണ്. അഡ്മിഷന് പുറമെ നിങ്ങൾക്ക് ട്രാവലിംഗ്, ഓൺ ക്യാമ്പസ് അസിസ്റ്റൻസ്, രജിസ്ട്രേഷൻസ്, സെക്യൂരിറ്റിയോട് കൂടിയുള്ള അക്കോമഡേഷൻസ് എല്ലാം തന്നെ വിൽബട്ടൺ എഡ്യൂക്കേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഞാനും എൻ്റെ ടീമും കുട്ടികളുടെ കൂടെ ട്രാവൽ ചെയ്ത് ഇത്തരം കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് തിരിച്ചു വരുന്നത്. ഇനി നമുക്ക് ഫെഫുലേക്കുള്ള ട്രാവലിങ്ങിനെ കുറിച്ചിട്ടും റഷ്യയിലെ ലോക്കൽ കറൻസീസിനെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാം. യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് വ്ളാഡിവോസ്റ്റോക്ക് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. വെറും 50 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നോർമലി കേരളത്തിൽ നിന്നും റഷ്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് വരുന്നത്. കൊച്ചിയിൽ നിന്നും സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്നും വ്ളാഡിവോസ്റ്റോക്കിലേക്കും നമുക്ക് ഫ്ലൈറ്റുകൾ അവൈലബിൾ ആണ്. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജസ് നോക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 60,000 രൂപ അടുപ്പിച്ചിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എല്ലാം വരുന്നത്. റഷ്യയിലെ കറൻസി വരുന്നത് റൂബിൾസ് ആണ്. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു റഷ്യൻ റൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 90 പൈസയാണ്. ഏതാണ്ട് 1 രൂപ തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് വ്ളാഡിവോസ്റ്റോക്കിലെ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് അറിയാം. നമ്മുടെ യൂണിവേഴ്സിറ്റി റഷ്യയുടെ ഈസ്റ്റേൺ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോണ്ടിനെന്റൽ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് വരുന്നത്. ഡിസംബർ മുതൽ ഏതാണ്ട് ഒരു മാർച്ച് വരെയാണ് നമുക്ക് വിന്റർ സീസൺ വരുന്നത്. പൊതുവെ വിന്ററിൽ അനുകൂലമായിട്ടുള്ള ഒരു മോഡറേറ്റ് തണുപ്പ് തന്നെയാണ് വരുന്നത്. വിന്ററിൽ കൃത്യമായിട്ട് വിന്റർ ജാക്കറ്റ്സ്, ബൂട്ട്സ്, ഗ്ലൗസ്, തെർമൽസ് എല്ലാം യൂസ് ചെയ്യുന്നവരാണ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ. തുടർന്ന് സ്പ്രിങ്ങും സമ്മറും ഓട്ടമും എല്ലാം കൂടിയിട്ട് വളരെ ഒരു വെൽക്കമിങ് വെതർ ആണ് ഈ ഒരു വ്ളാഡിവോസ്റ്റോക്കിൽ ഉള്ളത്. വിന്റർ സമയത്ത് നമ്മുടെ മക്കൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ മാത്രമാണ് ഇവിടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ആകെയുള്ള സീസണും മഴയും വെയിലും മാത്രമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന എല്ലാ സീസൺസും നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫെഫുവിലെ സ്റ്റുഡന്റ് ലൈഫിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ റഷ്യ ഇന്ത്യക്കാരുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു സ്റ്റുഡന്റ് ലൈഫ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇവിടെയുള്ള സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസിന്റെ ബാനറിൽ തന്നെ എല്ലാവിധ കൾച്ചറൽ ഇവന്റ്സും സ്റ്റുഡൻസ് മീറ്റപ്പും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് എല്ലാം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. കൂടാതെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസുകളായിട്ടുള്ള ഓണം അല്ലെങ്കിൽ ഈദ്, ഹോളി, ദിവാലി, ക്രിസ്മസ് പോലത്തെ എല്ലാ ഇവന്റ്സും ഇവിടെ നടത്താറുണ്ട്. 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഫെഫുവിലുള്ളത്. ഇവരുടെ തന്നെ പിയർ ഗ്രൂപ്പ്സ് വഴി നിങ്ങൾക്ക് അക്കാഡമിക് സപ്പോർട്ടും ലഭിക്കും. കൂടാതെ സോഷ്യൽ അസിസ്റ്റൻസിനായിട്ട് നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് വോളണ്ടിയറിംഗ് സർവീസുകൾ. ഇത്തരം രാജ്യങ്ങളിലൊക്കെ വോളണ്ടിയർ സർവീസുകളും അക്കാഡമിക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കൂടാതെ കരിയർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗ്ലോബൽ MBBS നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഒരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി വഴി സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന പോയിന്റ് വാട്ട് ആഫ്റ്റർ MBBS ഇൻ റഷ്യ എന്നതിനെ കുറിച്ചിട്ടാണ്.
ഫെഫുവിൽ MBBS പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് അല്ലെങ്കിൽ ഇന്ത്യ തുടങ്ങിയ ലോകത്തെ ഏത് രാജ്യത്തും ഒരു ക്വാളിഫൈഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്പെഷ്യാലിറ്റിയിലും നിങ്ങൾക്കൊരു PG ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗം പേരും റഷ്യ ചൂസ് ചെയ്യുന്നത് തന്നെ MBBS ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു PG ചെയ്യാനോ എന്നുള്ളൊരു ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ടാണ്. സോ നിങ്ങൾ അബ്രോഡ് പഠിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നവർ പ്രധാനമായും അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ് FMG ഓർ NMC നെക്സ്റ്റ് എക്സാമിനേഷൻ. ഈ ഒരു ടെസ്റ്റ് പാസ്സായാലാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ലഭിക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുകയാണെങ്കിൽ തന്നെ 2024 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ടോട്ടൽ MBBS സീറ്റ് വരുന്നത് വെറും 1,09,153 ആണ്. നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണമാണെങ്കിൽ 23,33,297 ഈ ഒരു വലിയ റേഷ്യോയുടെ വ്യത്യാസത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിങ്ങൾക്കൊരു ഡോക്ടർ ആവാനുള്ള ഒരു സീറ്റ് കിട്ടാനുള്ള ചാൻസ് വെറും 4.68% മാത്രമാണ് എന്നുള്ളതാണ്. ഈ ഒരു 4% വരാൻ നിങ്ങൾ നീറ്റ് വിത്ത് +1 +2 അത് കഴിഞ്ഞ് നീറ്റ് കോച്ചിങ്, പിന്നെ നീറ്റ് റിപ്പീറ്റ്, പിന്നെ നീറ്റ് റിപ്പീറ്റ് എന്നിങ്ങനെ എത്ര കഷ്ടപ്പെട്ടാലും വെറും 4% മാത്രമാണ് ഇന്ത്യയിൽ ഒരു MBBS സീറ്റ് ലഭിക്കാനുള്ള ചാൻസ് എന്നുള്ളൊരു സത്യം നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പഠിച്ചൊരു ഡോക്ടർ ആവാനുള്ള ചാൻസ് വെറും 4%, വിദേശത്ത് പഠിച്ച് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവാനുള്ള ചാൻസ് 30% എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഫെഫുവിൻ്റെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാണെങ്കിൽ തന്നെ റഷ്യയിൽ ആകമാനം ഒരേ MBBS പാറ്റേൺ ആണ് എല്ലാ യൂണിവേഴ്സിറ്റീസും ഫോളോ ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഡിസീസ് സർവൈലൻസ്, വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് കെയർ സ്ട്രാറ്റജീസ് തുടങ്ങിയ റിസർച്ച് ലെവലിൽ ഗ്ലോബൽ ഹെൽത്ത് ഡൊമൈനിലേക്ക് ആക്റ്റീവായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ റഷ്യക്ക് സാധിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ പ്രാക്ടീസാണ് റഷ്യ ഫോളോ ചെയ്തു വരുന്നത്. റഷ്യൻ യൂണിവേഴ്സിറ്റികൾക്ക് നീണ്ട മെഡിക്കൽ എക്സ്പീരിയൻസും ഗ്ലോബൽ അക്രിഡിറ്റേഷനും ഉള്ളതാണ്. മറ്റ് പല സ്റ്റഡി MBBS ഡെസ്റ്റിനേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ കുറവ് എന്നതും റഷ്യയുടെ ഒരു പ്രത്യേകതയാണ്. റഷ്യയിലെ തന്നെ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയേക്കാൾ കുറഞ്ഞ ഫീസിലും എന്നാൽ കൂടുതൽ എക്സ്പീരിയൻസും ഹോസ്പിറ്റൽസും ക്ലിനിക്കൽസും അവൈലബിൾ ആയിട്ടുള്ള റിസർച്ച് ഓറിയന്റഡ് യൂണിവേഴ്സിറ്റികൾ ഒരുപാടുണ്ട്. റഷ്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഒന്നായിട്ടുള്ള ഫെഫു ഇന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു ക്വാളിറ്റി MBBS ഓപ്ഷൻസ് ആണ്. റഷ്യയിലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ വീഡിയോസും നമ്മളുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ MBBS എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഫെഫുവിലെ MBBS അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എബ്രോഡ് MBBSുമായിട്ടുള്ള സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ഫെസിലിറ്റീസിൽ MBBS പഠിക്കാൻ സാധിക്കുന്ന ഗ്ലോബലി അക്രിഡിറ്റഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. MBBS പഠിക്കാനായിട്ട് വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസിനെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.